ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോണ സ്ഥലം എന്ന് വെച്ചാൽ സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. എങ്ങും നിന്ന് ഇൻട്രോ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. മഴയുടെ ചെറിയൊരു സീനുണ്ട്. അതാണ് ഒരു ലൈറ്റിൻ്റെ ഇഷ്യൂവും വീഡിയോസിൽ കാണും. മഴയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊല്ലം ബൈപ്പാസിലാണ്. ഇതിപ്പോൾ കല്ലുംതാഴ സിഗ്നലിലാണ് നിൽക്കുന്നത്. ദൈവമേ, പോലീസ് മാമൻ റോഡിൽ തന്നെ കയറി നിൽപ്പുണ്ടല്ലോ. കൈ കാണിക്കൂ. എല്ലാ ഒട്ടക്കിലും ഒരു പേടിയാണ് പോലീസിനെ എപ്പോൾ കണ്ടാലും. എന്താണോ എന്തോ അതറിയാമോ വയ്യ. ഇവിടുന്ന് സ്ട്രൈറ്റ് റോഡാണ്. എനിക്ക് ഒരു സിഗ്നൽ, അടുത്ത സിഗ്നലിൽ നിന്ന് റൈറ്റാണ്. അതുവരെ സ്ട്രൈറ്റ് റോഡാണ്. ബൈപ്പാസാണ്. എല്ലാവർക്കും ഒരു ഇത് അറിയാവുന്ന സ്ഥലമാണ്. ഒരു ലോറി ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. നൈറ്റ് എങ്ങാണ്ട് അടിച്ചത്. ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടിപ്പറുമായിട്ട് ഇടിച്ചതാണ്. ഫ്രണ്ട് ഫുള്ള് തകർന്നു പോയി. നല്ല ഇടിയായിരുന്നു. ഈ പാലം എന്ന് പറയുമ്പോൾ നമ്മളെ കടവൂര് ടച്ച് ചെയ്യുന്ന പാലമാണ്. അപ്പോൾ ഒരുവിധമുള്ള ഇൻസ്റ്റയിൽ വീഡിയോസിലും മിക്കതിലും ഈ പാലമുണ്ട്. നല്ല വ്യൂ ആണ്. അപ്പുറം രണ്ട് സൈഡിലും നല്ല വ്യൂ ആണ്. കാണാൻ അടിപൊളി രസമാണ്. ഇത് കടവൂര് സിഗ്നലാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് പോകാനുള്ളത്. അഞ്ചാലമൂട് ജംഗ്ഷനാണ്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് പെരുമൺ പോണ റൂട്ടാണ് പോകേണ്ടത്. വെറുതെ ആവശ്യമില്ലാത്ത റൂട്ടൊന്നും ഇട്ട് വെറുതെ വലിച്ചു നിൽക്കുന്നില്ല. അതുകൊണ്ട് പ്രധാന ഡീവിയേഷൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ബസ് വരുന്നവർക്ക് ബസ് വരാൻ കേട്ടോ. ഇവിടം വരെയും ബസ് റൂട്ടുണ്ട്. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് ഈ റൂട്ടൊന്ന് നടന്നിറങ്ങാവുന്ന അത്രയും ഗ്യാപ്പേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സ്പോട്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് ബോട്ടിൽ കയറി വേണം നമുക്ക് സ്ഥലത്തോട്ട് പോകാനുള്ളത്. ഇവിടം വരെ വണ്ടി പോകും. ഇവിടുന്ന് പിന്നെ ബോട്ടിലാണ് പോകാനുള്ളത്. പിന്നെ നമുക്ക് പോകാനുള്ള ബോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിലൊക്കെ കയറി. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും വരണം കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലം ഒരു വെറൈറ്റി സ്ഥലമാണ്. നമ്മൾ ബാക്കിയുള്ള ഈ തുരുത്തിലും കാര്യങ്ങളിലൊക്കെ പോകണം. മൺട്രോ തുരുത്തിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും പക്ഷേ അവിടെ എങ്ങും ഇറങ്ങി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആണെങ്കിൽ നമുക്ക് കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കാലാണ് അഷ്ടമുടി കായൽ. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇറങ്ങി നിൽക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെറൈറ്റി സംഭവമില്ല. പ്രത്യേകം ആളുകൾ നിൽക്കുന്ന ആ സ്ഥലം കണ്ട അവിടെയാണ് നമ്മളെ കൊണ്ടിറക്കുന്നത്. അവിടെ ഇറക്കിയിട്ട് ഈ ബോട്ട് അങ്ങ് പോകും. പിന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ പോകണമെങ്കിൽ ഏത് ബോട്ടിൽ വേണമെങ്കിലും കയറി പോകാം, കുഴപ്പമില്ല. ഇവിടുന്ന് റിട്ടേൺ പോകുന്ന ബോട്ടിൽ പോകാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മൊത്തത്തിൽ ഉള്ള ഒരു വ്യൂ. എന്ന് വെച്ചാൽ ഇതിന് ചുറ്റും നമുക്ക് നടക്കാം. കാരണം നമ്മളെ മുട്ടിൻ്റെ അത്രേ വെള്ളമുള്ളൂ. നല്ലോണം ചുറ്റും നടന്ന് കറങ്ങിക്കാണാം. പിന്നെ ചെറിയ വള്ളങ്ങളിലൊക്കെ ഇവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയാണ് ചെറിയ വള്ളങ്ങൾ. അതിൽ പോണതിന് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ. കൊച്ചു പിള്ളേരൊക്കെയാണ് ഓട്ടിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നടുക്കൊരു കട നിങ്ങൾ ആരും പ്രതീക്ഷിച്ച് കാണില്ല അല്ലേ. ഇവിടെ വെള്ളത്തിൻ്റെ, അതായത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ എന്തോ ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഉപ്പിലിട്ട ഐറ്റംസാണ്. മാങ്ങ, പൈനാപ്പിള്, പിന്നെ വേറെന്തോ നെല്ലിക്ക. നമ്മൾ നെല്ലിക്ക വാങ്ങുന്നത്. നെല്ലിക്ക 20 രൂപയാണ് കേട്ടോ. 4 പീസാണുണ്ട്. പിന്നെ മറ്റേത് മാങ്ങ, പൈനാപ്പിൾ അങ്ങനെയുള്ളതിനൊക്കെ 30 രൂപയാണ്. ഈ കണ്ടൽക്കാട് കാണാൻ നല്ല രസമുണ്ട്. ഇതുപോലത്തെ സെയിം ഐറ്റമാണ് നമ്മളെ മൺട്രോ തുരുത്തിയുള്ള. അതിൻ്റെ നടുക്കൂടെ നമുക്ക് വള്ളത്തിൽ കയറി പോവാം. അവിടെ പിന്നെ താഴ്ചയുണ്ട്. ഇവിടെ നമുക്ക് നടന്നു പോകാവുന്നേ ഉള്ളൂ. ഇതിന് ചുറ്റും നമുക്ക് നടന്നു പോകാനുള്ളൂ. എല്ലായിടത്തും മുട്ടിൻ്റെ അത്രയും വെള്ളമുള്ളൂ. അടിപൊളിയായിട്ട് നടന്നു പോകാൻ പറ്റും. കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വേസ്റ്റ് ഇടരുത്, പിന്നെ നമ്മൾ ആ ബോട്ട് ഇറങ്ങുന്ന സാധനത്തിൽ 10 പേര് കൂടുതൽ നിൽക്കല്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളു. ഇതിന് ചുറ്റും നടന്ന് നല്ലോണം കാണാം. ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. നല്ല രസമാണ്. നമ്മളെ മുട്ട് വരെ വെള്ളവും ഇങ്ങനെ ഒരിടത്ത് ഇറങ്ങി നിൽക്കാവുന്ന വേറെ സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവുകയാണ്. ഈ കാണുന്ന വൈറ്റ് ബോട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ബോട്ടാട്ടോ. ഇത് ഈ സാമ്പ്രാണിക്കൊടിയിൽ നിന്നും നമ്മളെ കൊല്ലം കാമനാട് വരെയും അവിടെ നിന്ന് ഇങ്ങോട്ടുമാണ് ഇതിൻ്റെ റൂട്ട്. അപ്പോൾ ഇതിൽ വരുന്നവർക്ക് ഇതിലും വരാം. പിന്നെ ബസ് റൂട്ടുണ്ട്. ഇങ്ങോട്ട് വരാൻ ഇഷ്ടംപോലെ മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ കരയ്ക്ക് എത്താറായിട്ടുണ്ട്.
ഇപ്പോൾ വെറുതെ വീഡിയോയിൽ ലെങ്ത് കൂട്ടാൻ വേണ്ടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന കാര്യങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എൻ്റെ വീഡിയോസ് അല്ലാതെയാണൊക്കെ മാക്സിമം ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചെറിയ വീഡിയോ ആക്കി ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.